നമസ്കാരം ചങ്ങാതിമാർ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ യൂട്യൂബിനകത്ത് വരുന്നത്. യാത്രകളില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടല്ല, യൂട്യൂബിൽ തന്നെ ഒരു സാഹചര്യം വരെ ജോലി സംബന്ധമായ യാത്രകളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആസാദ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ ക്യാമ്പിങ്ങിന് പറ്റിയ ഒരു സാധനങ്ങളൊക്കെ എടുക്കാനാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ നാളെ രാവിലെ നമ്മൾ ഋഷികേശ്, ഹരിദ്വാർ, അങ്ങനെ ഷിംല കൂടി മണാലി പോകാനായിട്ടുള്ളൊരു ധാരണയിലാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ആസാദ് മാർക്കറ്റിൽ അങ്ങനെ വില കുറവായിട്ട് സാധനങ്ങൾ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് വലിയ ധാരണയില്ല. നമ്മൾ യൂട്യൂബിൽ കണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അന്താസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകണം കേട്ടോ. പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഡാക്ക് പോകണം. പക്ഷേ അതിൻ്റെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഭയങ്കര തിക്കും തിരക്കാണ് അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് എളുപ്പമല്ല ഇവിടെ വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്രോളും ഒരു കുന്നു പോകും. എല്ലായിടത്തും ജാമോട് ജാമ. വന്ന സമയം ഇച്ചിരി ഈവനിങ് സമയമായതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടു. നമ്മുടെ ഒരു ചെറിയ സ്റ്റൗ, നമ്മുടെ ബ്യൂട്ടൈൻ സ്റ്റൗ ഉണ്ടല്ലോ, അത് വരണം. പിന്നെ പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സ്ലീപ്പിംഗ് ബാഗ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഓഫായിപ്പോയി. നടുക്കൊക്കെ ഓഫായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ സെൽഫിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് കേട്ടോ. ഞാൻ എവിടെ പോകുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചിരുന്ന വഴി പിടിച്ച് അങ്ങനെ പോകണമെന്നുള്ളൂ. ചെറിയ ചെറിയ വഴികളാണ്. എന്തായാലും എവിടെയെങ്കിലും എത്തുമായിരിക്കും. ബൈക്ക് പോകുന്ന വഴി തന്നെയാണോ സംശയമുണ്ട്. ഈ ചെറിയ ചെറിയ വഴികളാണ്. എൻ്റെ പൊന്നെ, എൻ്റെ ഗൂഗിൾ അമ്മച്ചി മാതിരി ചതി എന്നോട് വേണമായിരുന്നു. ഇതിലേക്ക് പോയാൽ ഞങ്ങളോട് എത്തുമ്പോൾ ചെറിയ സൈഡ് തരണേ. ഈ വണ്ടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് മേടിച്ചതാണ്. ആ സമയത്തോടെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കാരണമാണ് വണ്ടി ഇടാനൊക്കെ കാരണം. പിന്നെ അതിൻ്റെ ഇടയിൽ ലീവിലായ സമയത്തോടെ വെച്ചിട്ട് പോയതാണ്. ഗൂഗിളിൽ കമ്പി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആസാദ് മാർക്കറ്റിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും കടകളും അവിടെ കുറേ ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങൾ കടകളുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് യൂട്യൂബിൽ തപ്പിയത്. ഇതാണ് ആസാദ് മാർക്കറ്റ്. യെസ്, ഇത് തന്നെയാണ് ആസാദ് മാർക്കറ്റ്. അതിനകത്ത് നമ്പറുകൾ നമ്മൾ നോക്കണം. 318 റൂമാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ എവിടെയാണ് ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് നോക്കി. യെസ്, ദെയർ വി ഗോ. ഉണ്ടോ ഹാപ്പി ജാക്കറ്റ് ലൈക്ക് കോസ്റ്റ്. എവിടെയെങ്കിലും വണ്ടി ഒതുക്കി വെച്ചിട്ട് നടക്കുന്നതായിരിക്കും ബുദ്ധി. നമുക്ക് 450 രൂപയാണ് പറഞ്ഞത്. चलता नहीं है, खत्म हो गया क्या गैस? ചെറിയ പയ്യനാണ് കേട്ടോ. കത്തിയില്ല. കുറച്ച് മുമ്പോട്ട് പോകാനുണ്ട്. കാരണം ആ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് സാധനങ്ങളില്ല. അപ്പോൾ അവരുടെ തന്നെ വേറെ അപ്പുറത്തൊരു കടയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. 342 എന്ന് പറയുന്ന റൂമാണ് പറഞ്ഞത്. ये कितने का है? 400। और इसका ब्यूटेन कितने का होता है? 120। ये एक लीजिए और एक ब्यूटेन। एक ही बस? दो लीजिए। ब्यूटेन ऊपर कहीं जाओगे तो मिलेगा 400 से 500 रुपये। अच्छा, 2 दे दो। खराब होता नहीं है जब मर्जी। ये वाला एक ये सही है क्या? ये आदमी लोग निकाल के आपने मनाली तक यूज़ कर रहे हैं। लेह लद्दाख वगैरह सब जगह जा रहे हैं। मनाली वगैरह भी सब जगह अभी ये जितना भी वहाँ तंबू लगा हुआ भी, हमारे बड़े तंबू लगे हुए सारे। अच्छा, केदारनाथ। और छोटा वाला ये टॉर्च है छोटा?
नहीं। एक दूसरा टॉर्च है सस्ता नहीं तो ये इसमें लगाने वाला कुछ लाइट है क्या अपना पावर बैंक में लगाने वाला लाइट कुछ है? ये लाइट तो वही है, एक स्टॉक निकालो। हाँ ये दो हो गए। ये वाली टॉर्च ले लो जी, ये सोलर से चार्ज भी होती है, पावर बैंक से भी चार्ज हो जाएगी, मल्टी यूज है इसका, जहाँ मर्जी रख लेना। और 6 मोड हैं इसमें चलाने के। ये नाइट बल्ब की तरह इस्तेमाल हो गया, बहुत तेज चाहिए। 4 कितना का ये 280 है। 280। ये मोबाइल चार्जर से चार्ज हो जाएगा। सैमसंग कितना टाइम रुकेगा चार्ज? कितना तो टाइम चला इस पे चलाओगे तो इसे बहुत लंबा टाइम तक, सॉरी इस तक मौका चलेगा, 12-15 घंटे चल जाएगी। ये लिखा हुआ है सारा टाइम पीरियड इस पे। अच्छा ये इंडियन है इसलिए महंगा है। छोटी टॉर्च एक दूसरी दिखा देता हूँ, तो सस्ती देख, लेकिन इसमें सेल डालना पड़ेगा। सेल डालने वाला है? अब वो दूसरी टॉर्च है नहीं, खत्म है, सेल खत्म ये है। कितने का है? अरे ये वाली कितने की है टॉर्च? 100 रुपये। 100 रुपये। 100 रुपये का बैटरी वाला है तो ये चाहिए, सेल डालने का ही काम होता है। और जो कुकिंग करने के लिए छोटा ये आता है ना, वो है बर्तन बड़े वाले। कलर तो नहीं जाएगा धूप में? छोटा नहीं? बड़ा सेट है, 4 से 5 आदमी वाला सेट है। नहीं चाहिए। इस टाइम है नहीं, खत्म। മേടിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഇതാണ് കേട്ടോ. ഒരു സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ ഒരു സ്റ്റൗ ഉണ്ട് 400 രൂപ പറഞ്ഞു. ഇത് 120 രൂപയ്ക്ക് ഒരു ബ്യൂട്ടൈൻ്റെ ഗ്യാസ്. നമുക്ക് ചെറിയൊരു പാത്രമാണായിരുന്നു, അതില്ല ഇവിടെ. देख लो आपको कौन सा कलर चाहिए वो निकाल लो। ये मिट्टी जैसा कलर तो अच्छा है, ज़्यादा ख़राब नहीं दिखेगा. വേറെ മറ്റേ യോഗ മാറ്റ് പോലുള്ള സാധനം കേട്ടോ, അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞ പൊട്ടം മണം വരും. ഇതെനിക്കൊന്ന് വാട്ടർ പ്രൂഫ് ആണെന്ന് തോന്നുന്നു. ഈ വാട്ടർ പ്രൂഫ് है इसका? हेलो, तुम्हारा नंबर मिला? ये 90 की 2310 है. 10 50 रुपये का डिस्काउंट. सर इतना लंबा जोड़ा है नहीं, जो चीज़ अपने पास बढ़िया है